ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ ജിടെക് മാരത്തോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയ ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ബെൽ ബട്ടനോട് എനേബിൾ ചെയ്തു സോ ദാറ്റ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ മൂന്നാളും മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മൂന്നാളെന്ന് പറയുമ്പോൾ ഞാനും മേഘയും പൂജയും ഞങ്ങൾ മൂന്നാളും കൂടെ ആണ് കേട്ടോ ജിടെക് മാരത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ മാവേലിക്കരയിൽ നിന്ന് ട്രെയിൻ കയറി തൃപ്പൂണിത്തുറയിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയിലായിരുന്നു നമ്മൾക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. സോ അവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഊബർ പിടിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ്. ബൈ ദ വേ നമ്മുടെ പൂജ ഒരു ഫോൺ കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അടിപൊളി പൂക്കി ഐറ്റം. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നപ്പോഴേക്കും നമ്മൾ ഊബർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ പിന്നെ ലഗേജ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. ആക്ച്വലി നമുക്ക് നാളെയാണ് മാരത്തോൺ, അതായത് നെക്സ്റ്റ് ഡേ ആണ് മാരത്തോൺ ഉള്ളത്. ഇന്ന് നമുക്ക് ബിബും കിറ്റും ഒക്കെ കളക്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഏർലി മോർണിംഗ് ഇതേപോലെ ട്രാവൽ ചെയ്ത് എത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്നേ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ റൂമിൽ എത്തി ലഗേജ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഇനി നമുക്ക് നമ്മുടെ മാരത്തോൺ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതായത് നമുക്ക് അവിടുന്ന് കിറ്റും ബിബും ഒക്കെ കളക്ട് ചെയ്യാനുണ്ട്. സോ ഇൻഫോ പാർക്ക് ഫേസ് 2 സംസ്കര സ്കൂളിലാണ് നമുക്ക് ഈ ബിബും കിറ്റും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. നാളെ ഇവിടെയാണ് നമുക്ക് നമ്മുടെ മാരത്തോണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും. ഇങ്ങോട്ടേക്ക് എത്തുന്ന ഈ ഒരു ടൈമിൽ ഞങ്ങൾ കുറച്ചൊന്ന് ടെൻസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഇത് നമ്മുടെ ഫസ്റ്റ് റണ്ണാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ മാരത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സംസ്കര സ്കൂളിലെത്തി. ഇവിടെ എത്തിയപ്പോഴും ഒരുപാട് ആൾക്കാർ, കൊച്ചുകുട്ടികളും വലിയ ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് 10,000+ റണ്ണേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഒരു മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെയാണ് നമ്മൾ കിറ്റും ബിബും ഒക്കെ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളിലെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നമ്മളുടെ കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത് നമ്മൾ റൂമിൽ ചെന്നിട്ട് അന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവമൊക്കെ കൈ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ടെൻഷനൊക്കെ മാറി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ മാരത്തോണിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കിറ്റ്. ഇതിൽ എന്തൊക്കെയോ കോംപ്ലിമെന്ററി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ലുലു മാളിലേക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് എന്തായാലും ഇന്നിവിടെ വന്നതല്ലേ, അപ്പൊ ഈ ഒരു ഡേ നമുക്കൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് പോവാണ്. കുറച്ചു നേരം ഇവിടെ നിന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോകാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു പ്ലാൻ. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ പെറ്റ്സിന്റെയും ഫ്ലവേഴ്സിന്റെ ഒക്കെ ഷോവും ഫെസ്റ്റ് പോലെയൊക്കെ നടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ആളായിരുന്നു. അതേപോലെ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെയും ആളായിരുന്നു. വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പൊ നല്ല തിരക്കായിരുന്നു കേട്ടോ. ബൈ ദ വേ ഇതാണ് ചുംബക്കിന്റെ സ്റ്റോർ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അത് ഈ ഒരു സ്റ്റോറിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്ത്. ഓൺലൈനിലായിട്ടാണെങ്കിലും ലുലു മാളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. പ്രത്യേകിച്ച് സ്റ്റോറിലൊന്നും കയറിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്റ്റോറിൽ കയറി അവിടെ നിന്ന് കളയാൻ നമുക്ക് ടൈമില്ല. നമുക്ക് നേരത്തെ തിരിച്ച് റൂമിലേക്ക് പോകാം. ഇത് ഹൽദിക്ക്, ഇത് മെഹന്ദിക്ക്, ഇത് സംഗീതത്തിന്, അത് കോക്ടെയിൽ. അതിനുശേഷം മേഘയുടെ വക മധുരയ്ക്ക് പോകാം. അങ്ങനെ നമ്മുടെ മേഘയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ നോക്ക്, ഇത് ഇവിടുത്തെ റഷ് നോക്ക്, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഫ്ലവർ ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വന്നു. നമ്മൾ ഫുഡൊക്കെ മേടിച്ചു. നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ മേടിച്ചത്. നമ്മൾ പനീർ കറിയും അതേപോലെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ആണ് മേടിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സോ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മെട്രോ കയറി തൃപ്പൂണിത്തുറ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് റൂമിലേക്ക് പോകാട്ടോ. നമ്മളിങ്ങനെ റൂമിലെത്തി. ഇനി ഫ്രഷ് ആവുന്നതിന് മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന കിറ്റ് ബിബും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ ഇതായിരുന്നു കേട്ടോ ആ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങൾ. ആദ്യം തന്നെ നമ്മളുടെ ഒരു ബിബ് ഉണ്ടായിരുന്നു, അതിലൊരു ചിപ്പൊക്കെ ആയിട്ട് നമ്മൾ നാളെ ഓടുന്ന സമയത്ത് നമ്മൾ ടീഷർട്ടിൽ അത് പിൻ ചെയ്യാം. ഇനി കിട്ടുന്നതാണ് ഈ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻസ്റ്റന്റ് ഇടിയപ്പം, പിന്നെ ഒരു ബിങ്കോ, കുറച്ച് ബിസ്ക്കറ്റ്സ്, അതേപോലെ നമ്മുടെ മെയിൻ ഐറ്റം ടീഷർട്ട്, പിന്നെ കുറെ പ്രൊമോഷണൽ കാർഡ്സും അങ്ങനത്തെ കുറെ ഐറ്റം. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ മാരത്തോണിന്റെ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന ഐറ്റംസ്.
ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 4:30 ആയിട്ടുണ്ട്. ആൻഡ് ഞങ്ങളിപ്പോൾ സംസ്കര സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 4:45 നമുക്ക് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് 5:20 ആയപ്പോൾ നമ്മുടെ റൺ സ്റ്റാർട്ട് ആവട്ടോ. എന്താ പറയണ്ടേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു വല്ലാത്ത ഫീലാണ്. കുറച്ച് ടെൻഷനുണ്ട്, കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്, എന്തൊക്കെയോ ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അപ്പം നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ ഒരു സുംബ സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം അപ്പോൾ സുംബ സെഷനൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ആവാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 10,000+ ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു മാരത്തോണിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ട് നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ സുംബ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു സുംബ സെഷൻ. ആ ഒരു ഹാഫ് ആൻ അവർ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ സുംബൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വരികയാണ്. ഇനി ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ റൺ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. സോ അങ്ങനെ 5:20 ആയി. ഒഫീഷ്യലി നമ്മുടെ റൺ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടോ. നമ്മൾ എത്ര 6.5 ആയിട്ടൊന്നല്ലേ ചെയ്യാത്തുണ്ടെങ്കിൽ വേഗം ചെയ്യാം. അതെ, ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അതെല്ലാം നടത്തണം, നമ്മൾ പോകും. അതല്ല, ചെയ്യാത്തവർ ഒരു വട്ടെങ്കിലും ചെയ്യണം. എന്താ ഇപ്പം ഞാൻ പറയേണ്ടത്, എങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഒരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു 1 കിലോമീറ്റർ, ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെയായിരുന്നു. എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ ആയി. ഞാൻ പിന്നീട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മേഘ മിസ്സായതാണ്. മേഘ എവിടെയോ പോയി. പിന്നെ ഞങ്ങൾ 3 ആളും 3 വഴിക്ക് പോയതാണ്. പിന്നെ ഞാനും പൂജയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ പോയിന്റിലും അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ മേഘയെ നമ്മൾ കണ്ടത് പിന്നെ ഫിനിഷിംഗ് ലൈനിൽ വെച്ചിട്ടാണ്. ഈ ഒരു GTech മാരത്തോണിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഇവരിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി. ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളിയായിട്ടാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. ഹൈഡ്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ചിയർ സൗണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, മെഡിക്കൽ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടാണ് ഇവർ നമ്മളെന്താ പറയുക, നമ്മളെങ്ങനെ കൊണ്ട് നടക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു എന്താ പറയുക, ഒരു ബേർഡനായിട്ടോ നമുക്ക് തീരെ വയ്യാത്ത പോലെ അങ്ങനെ ഒന്നും തോന്നത്തേ ഇല്ല. എസ്പെഷ്യലി ഈ ചിയർ സൗണ്ട്സ് ഒക്കെ വരുന്ന ടൈമിലുണ്ടല്ലോ, നമുക്ക് അന്നേരം ഇവിടുന്ന് ഒരു എനർജി ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 10K റൺ മാരത്തോൺ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യും കേട്ടോ. ഇത് എനിക്കിപ്പോൾ ഫിനിഷിംഗ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെങ്കിലും ഓടി ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങണം. അതാണ് നമ്മളുടെ എയിം. നമ്മളൊന്ന് ഡൗൺ ആയാൽ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ട് ഇവിടെ. സോ നിങ്ങൾ ഇതുവരെ ഈ 3K 10K ഇതേപോലത്തെ റൺസിനോ മാരത്തോൺസിനോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോകണം. ഒരു വട്ടമെങ്കിലും നമ്മളിതൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഒരു വട്ടം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഇത് ചെയ്യാനായിട്ട് തോന്നും. എന്നാലും നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒരു മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ ഫൈനലി ഞങ്ങളുടെ ഫിനിഷിംഗ് ലൈനും ക്രോസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. മേഘ ഓൾറെഡി നമ്മളെക്കാളും കുറച്ച് മുന്നേ വന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോയി മെഡൽ കളക്ട് ചെയ്യാം. ഇത്ര എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ മെഡലായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത്.
ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി ഈ മെഡൽ കൈ കിട്ടുമ്പോഴേക്കും വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് സ്റ്റാർട്ടിങ്ങിലായിരുന്നു കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പക്ഷെ പിന്നെ ഇട്ടിട്ട് പോയി രണ്ടു മുട്ടി. അതെ, വീഡിയോ ഒക്കെ എടുത്ത്. But it was a nice experience. Life. We don't know whether this is our best time or not. But yeah, yes, our first marathon was super. അടിപൊളി. സോ അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലിന് ശേഷം നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടിപൊളി കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഐസ്ക്രീംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പതിയെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ see you then. Bye.